ഹലോ, ഓക്കെ അല്ലേ? ആ ഒരു മിനിറ്റ്. ഹലോ ഹലോ അതെ, ഇതിന്റെ എക്സ്പയർ കഴിയാറായാലും. സാർ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. നമസ്കാരം. വർത്തമാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി കേരളക്കര കുറെ ഏറെ കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രസിദ്ധിയേക്കാൾ കുപ്രസിദ്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഇവിടെ സാധാരണ അതിഥികളായി എത്താറുള്ള ആളുകൾക്ക് നേർവിപരീതമായി സ്നേഹമോ ദയയോ എന്തിന് മനുഷ്യ സഹജമായ യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരാൾ. കഴിഞ്ഞ 8 വർഷത്തെ കാലയളവിൽ 5 ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു സീരിയൽ കില്ലർ. പോലീസ് നാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒരു തുമ്പ് പോലും കിട്ടാതെ പോയ കൊലയാളി. അദ്ദേഹം ഇന്നൊരു തുറന്നു പറച്ചിലിനായി ഇവിടെ നമ്മുടെ വേദിയിൽ ചേർന്നിരിക്കുന്നു. ദാസ് പാപ്പനംകോട്. സ്വാഗതം ദാസ്. ഇന്ന് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകർ ഒരു ഹോമിസൈഡൽ സൈക്കോപാത്തിനെ. മനസ്സിലായില്ല. സോറി, പറഞ്ഞ വ്യക്തമായില്ല, ഒന്നുകൂടി പറയൂ. ഒരു ഹോമിസൈഡ്. നോക്കൂ, എനിക്ക് ക്ലിയർ ആവുന്നില്ല, കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കും. എന്തിനാണ് പ്രഷറോട് ഇത്തരം തമാശ? എനിക്ക് പറയാനുള്ള ഞാൻ പറയാം. നേരെ ചുവേ വളച്ചുകെട്ടില്ലാതെ എന്താ പോരെ. തുടക്കത്തിൽ ഓരോ വർഷം ഓരോ കൊലപാതകം എന്ന രീതിയിൽ നടന്നു വന്നിരുന്നൊരു കലയായിരുന്നു എൻ്റേത്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായി അതിനൊരിടവേളയുണ്ടായി. എൻ്റെ കൊലകളെ കൈക്കാത്തിരുന്ന എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ മലയാളി സമൂഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. ഞാൻ അല്പം വികാരതന്നായിപ്പോയി. ബൈ ദ ബൈ, കുട്ടിയുടെ പേര്? മൈഥിലി. ഒരു പ്രൊഫഷണൽ കില്ലർ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ല. പിന്നെ ഇതൊരു തുറന്നുപറച്ചിലാണല്ലോ. ഈ അഭിമുഖം 1 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ 6ാമത്തെ ടാർഗറ്റ് ഈ മാസം അവസാനത്തെ ആഴ്ച കൊല്ലപ്പെടും. ഞാൻ പറയാൻ പോകുന്ന ആളുടെ പേരോ മറ്റ് വിവരങ്ങളോ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. കഴിഞ്ഞ 5 ഇരകളെ ഞാൻ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം. റൈറ്റ് റിബിന് താഴെയായി ലിവറിന് തൊട്ടുമുകളിലായി പിരട്ടോണത്തിലൊരു പങ്ക്ചർ ഉണ്ട്. അതിങ്ങനെ കണ്ടു നോക്കി നിൽക്കുന്നതാണ് എൻ്റെ ലഹരി. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഇരകളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ്റെ ആദ്യഘട്ടം. പിഴവില്ലാത്ത എക്സിക്യൂഷന് നിരീക്ഷണത്തിലെ ഡീറ്റെയിലിംഗ് വളരെ നിർബന്ധമാണ്. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത ഇര ആകാംക്ഷഭരിതരായിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഡോക്ടർ വർഗീസ് ചെറിയ. അയാൾ തിങ്കളാഴ്ച ജനറൽ ആശുപത്രി, ചൊവ്വ വ്യാഴം മറീന, വെള്ളി ശനി വീണ്ടും ജനറൽ ആശുപത്രി, ശനിയാഴ്ച വൈകുന്നേരം സ്വകാര്യ ക്ലിനിക്, ഞായറാഴ്ചകളിൽ കുടുംബത്തോടൊപ്പം കുറച്ചു. അപ്പോൾ
അപ്പോൾ ബുധനാഴ്ച ഏ ബുധനാഴ്ച വ്യാഴം വെള്ളി ശനി അല്ല നിങ്ങൾ ബുധനാഴ്ച വിട്ടെ. അങ്ങനെ അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൃത്യമായി ഞാൻ ക്ലിനിക്കിൽ ചെല്ലുന്നത്. ആ പറ, എന്താ പേര്? ദാസ് പാപ്പൻ. ഏ ദാസപ്പൻ. ആ, ദാസപ്പൻ. എത്ര വയസ്സായി? 36. 36. ആ പറ, എന്താ പ്രശ്നം? എനിക്ക് ഇത് ഈ വയറിൻ്റെ ഇടതുഭാഗത്തായിട്ടേ കഴുത്തിൻ്റെ ഒരു വേദന. ആണോ? നോക്കട്ടെ. ആ നീട്ടി. നാക്ക് നാക്ക്. ഏ? ആ ആ ആ ഇവിടെ എന്ത് തടയുണ്ടല്ലോ? ഇല്ലേ? എത്ര നാളായി തുടങ്ങിയിട്ടത്? എന്ത്? ഇവിടെ ഒരു തടിപ്പുണ്ടല്ലോ. കണ്ട, ഇവിടെ ഒരു മുഴ കണ്ട? മുഴയാ? തൊടുമ്പ് വേദനയൊന്നുമില്ലേ? ഇല്ല. ഇല്ലേ? ഓ, എന്നാ പ്രശ്നം. നമുക്കേ ബയോപ്സിക്ക് ചെയ്താൽ എന്തായാലും ആദ്യം നമുക്കേ ഒരു FNC ചെയ്തിട്ടേ അതിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റ് CT ചെയ്യാം. അല്ല, നമ്മൾ ഈ പെറ്റ് CT ചെയ്യണതേ മറ്റുള്ള അവയവങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്തൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, വേറെ ഒന്നുമല്ല. മരണസാധ്യത ഭയങ്കര കൂടുതലാട്ടാ. പക്ഷേ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. നേരെ പോയിട്ട് ബയോപ്സിക്ക് എടുത്തോളൂ കേട്ടോ. പേടിക്കാനൊന്നുമില്ല. ആ, എന്നാ ശരി. എന്നിട്ട് പിന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സ്കാനിങ്, ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടി ചേർന്ന് 2.5 വർഷം അങ്ങനെ പോയി. കഴിഞ്ഞ സ്കാൻ റിപ്പോർട്ട് നോർമലായതോടുകൂടി ഐ എം ബാക്ക് ഇൻ ആക്ഷൻ. ഈ വരുന്ന 27-ാം തീയതി ഡോക്ടർ വർഗീസിനെ ഞാൻ കൊല്ലും. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്യാൻ പാടുള്ളൂ. 27-ാം തീയതി കൊലപാതകം നടക്കില്ലല്ലോ. കാരണം അന്ന് ബുധനാഴ്ചയല്ലേ? 25 തിങ്കൾ, 26 ചൊവ്വ, 27 ബുധൻ. ഇതിനിടയിൽ ബുധനാഴ്ച അവിടെ നിന്ന് വരണേ. കഷ്ടം നോക്കണേ. ഗൗതമി, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇല്ല മാം, എനിക്കിത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിക്കാൻ ഷൂട്ട് ചെയ്യാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ടില്ല. വർഗീസ് സാർ കുറെ നേരമായി വെയിറ്റ് ചെയ്യണു. കുറച്ച് സമയം കൂടി എടുക്കും. മിസ്റ്റർ എന്റെ ദാസ്, ജോലിഭാരം കുറഞ്ഞു. ദാസ് ഇവിടെ ഇരിക്കും. ഇരവേട്ടക്കാരനെ തേടി തിരിഞ്ഞ് കണ്ടില്ലേ? ദേ, ദാസ് അതേ ഇവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെ. മിസ്റ്റർ ദാസ്, എങ്ങോട്ടാ? ദാസപ്പ, നീ എന്താ ഇവിടെ? ഞാൻ ഈ കുട്ടി ഇന്റർവ്യൂ വിളിച്ചിരുന്ന സാറേ. എൻ്റെ പേഷ്യൻ്റാ. ആ, സാറ് മിസ്റ്റർ ദാസ്, കേൾക്കാം. പാപ്പനെ കൂടെ. മറന്നു. ഹലോ. ഒരു മിനിറ്റ് കേട്ടോ. സാധനം മറന്നുപോയി. ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആശ്വാസം ഉണ്ട്. ഏയ്. വെള്ളിയാഴ്ച വരാം. അല്ല വേണ്ട, ബുധനാഴ്ച എന്താ വരാം. പറ്റിയത്? അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ഏയ്, വരാം. മിസ്റ്റർ സീരിയൽ കില്ലർ, ദാസ് പാപ്പനെ കൂടെ. അവനാ സീരിയൽ കില്ലറാ? അവന് വട്ടാണ്.